സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ലെങ്കിൽ then how can you be in the society? സബാസ്റ്റ്യൻ ചേട്ടാ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ? കാരണം എനിക്ക് ഒരു 5 മിനിറ്റ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല. ഓക്കെ, ഇൻഡിവിജ്വാലിറ്റിയിൽ ഒരു വ്യക്തിയിൽ നടക്കുന്ന കാര്യങ്ങൾ, സൂക്ഷ്മമായിട്ട് നടക്കുന്ന മാറ്റങ്ങളെ അറിയുന്നവന് മാത്രമേ സൊസൈറ്റിയിൽ എന്തെങ്കിലും കാരണവശാൽ സ്റ്റേബിളായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അണ്ട് സൊസൈറ്റിയിൽ ഞാൻ വലിയ ആളാണ്, പക്ഷേ ഇൻഡിവിജ്വാലിറ്റിയിൽ ഒന്നും എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റത്തെ ഒരു തരത്തിലും അറിയാൻ പാടില്ലെങ്കിൽ then you are lost. സൊസൈറ്റിയിൽ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്തു പോയാണ് ആ സംഭാഷണം. നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് തന്നെ. ഏത് ഭാഗമാണ് വിട്ടുപോയത്, എവിടെ നിന്നാണ് വിട്ടുപോയത്? ഇഫ് യു ക്യാൻ റിമൈൻഡ് മീ ദാറ്റ് പോർഷൻ, മേ ബി ഐ വിൽ ബി ഏബിൾ ടു റിപ്പീറ്റ് ഇറ്റ്. നിങ്ങൾ എവിടെ നിന്നാണ് വിട്ടുപോയത്? ഇൻഡിവിജ്വാലിറ്റി തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ കണ്ടിന്യൂസ് വേറെ എന്തോ ഞാനൊരു റെക്കോർഡ് പ്ലെയർ റീപ്ലേ ചെയ്യുന്ന ഭാഗമല്ല. ഇല്ല നിജേഷ്, ഞാനൊരു റെക്കോർഡ് പ്ലെയർ റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ. റീപ്ലേ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് അപ് ടു യു. ഞാൻ ഒരിക്കലും ഒരു റെക്കോർഡ് പ്ലെയർ അല്ല, ഒരു ഡിജിറ്റൽ റെക്കോർഡിംഗ് സിസ്റ്റം അല്ല. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടന് പറ്റൂല. ഇപ്പൊ ചേട്ടൻ സംസാരിച്ച വിഷയങ്ങൾ എന്തിനെ കുറിച്ചൊക്കെയാണ്, ഏത് രീതിയിലാണ് സംസാരിച്ചത്? അത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് മിസ്സായ ഭാഗം, നിങ്ങൾക്ക് എവിടെയാണ് മിസ്, നിങ്ങളുടെ അറ്റൻഷൻ എവിടെയാണ് ഡൈവേർട്ട് ആയെന്നുള്ള ഭാഗം പറയണമെങ്കിൽ. ചേട്ടൻ പറയുന്ന വാക്കുകളിൽ തന്നെ ഭയങ്കര പരസ്പര വിരുദ്ധതകളുണ്ട്. അതായിക്കോട്ടെ, ഞാൻ പറയുന്ന വാക്കുകളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട്. അപ്പൊ ചേട്ടന് നിർഗളമായിട്ട് വാക്കുകൾ ഒരുപാട് സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ചേട്ടൻ പറയുന്ന ഒരു സെന്റൻസ് തന്നെ എടുത്തു വെച്ചിട്ട് അതിൽ കോൺട്രാഡിക്ടറി ഉണ്ട്. അത് തന്നെ നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിൽ എത്തിക്കേണ്ടതായിരുന്നു. ഫിലോസഫി എന്ത് മനസ്സിലാവാനാണ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഫിലോസഫി വെറുതെ പറഞ്ഞോണ്ടിരിക്കുക, കേട്ടോണ്ടിരിക്കുക. അവിടെ ചോദ്യം ഉത്തരവും തീരുമാനവും എത്തൂല. സസ്റ്റൈനബിൾ ആയിട്ട് കോൺസെപ്റ്റുവലൈസ് ചെയ്യുന്ന ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ച് വെറുതെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി അവയർനെസ് ആയിരിക്കണം മൊത്തം. അല്ല ഭദ്രാജ്, ഇവിടെ സയൻസ് ആരാള്? സയൻസ് വാദി എന്ന് പറയരുത്, വാദി എന്ന് പറഞ്ഞാൽ മതി. സയൻസ് എവിടെ കിടക്കും, വാദി എവിടെ കിടക്കും? എനിക്ക് ഒരുപാട് ചാപ്പകളുണ്ട്, അതിലൊരു ചാപ്പയാണ് സയൻസ് വാദി. ഞാൻ ഒരു ഫിലോസഫിയും ഷെയർ ചെയ്യുന്നില്ല, ഞാൻ ഒരു ഫിലോസഫറും അല്ല. ഞാൻ പ്രത്യേകിച്ച്